കൃഷി ദർശൻ തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. രാസകൃഷിയുടെ ദുരന്ത കഥകളോട് വിട പറഞ്ഞ് പ്രകൃതി സൗഹൃദ കൃഷിരീതികൾ അവലംബിക്കുവാനുള്ള ജൈവ കൃഷിയുടെ സന്ദേശം കേരള ജനത വളരെ പ്രതീക്ഷയോടാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഗ്രാമതലങ്ങളിൽ കർഷക കൂട്ടായ്മയോടുകൂടി ജൈവ കൃഷിയുടെ പദ്ധതികൾ നടപ്പിലാക്കുന്ന നയരൂപീകരണവുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു ചർച്ചയാണ് ഇന്ന് കൃഷിദർശൻ പരിപാടിയിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് കേരള കാർഷിക സർവകലാശാലയുടെ തൃശൂർ കൃഷി വിജ്ഞാനം കേന്ദ്രത്തിൻ്റെ പ്രൊഫസറായി സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർ രഞ്ജൻ എസ് കരിപ്പായി സാറാണ്. കാർഷിക വികസന പദ്ധതിയുടെ നടത്തിപ്പിനും അവയുടെ നയരൂപീകരണത്തിനുമെല്ലാം വളരെയേറെ നേതൃത്വം വഹിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. 2003 മുതൽ ലോകബാങ്കിൻ്റെ അഗ്രികൾച്ചർ റിസർച്ച് ആൻഡ് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി ആഫ്രിക്കയിലെ എത്യോപ്യയിൽ 10 വർഷത്തോളം സേവനമനുഷ്ഠിച്ചു. ലോകബാങ്ക്, യുണിസെഫ്, സൊസാക്കാവ ആഫ്രിക്ക തുടങ്ങിയ അന്താരാഷ്ട്ര ഏജൻസികൾക്ക് വേണ്ടി പദ്ധതികളുടെ രൂപീകരണവും അവയുടെ നടത്തിപ്പും സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ പങ്കാളിത്തം വഹിച്ചു. 2015 കേരളത്തിൽ ജൈവ കൃഷി വ്യാപനത്തിന് വേണ്ട മുന്നൊരുക്കങ്ങളെപ്പറ്റി വിവിധ ജില്ലകളിൽ നടത്തിയ ഒരു പഠനത്തിൻ്റെ ഫലം സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. സർ, ഈ പരിപാടിയിലേക്ക് സ്വാഗതം. 2016, അതായത് ഈ വർഷം തന്നെ കേരളം ഒരു ജൈവ സംസ്ഥാനമായി തീരണമെന്നാണ് നമ്മുടെ പ്രഖ്യാപിത ലക്ഷ്യം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ ജൈവ കാർഷിക സംസ്കൃതിയിലേക്ക് എന്ന ഈ ഒരു കാര്യത്തിലേക്ക് എങ്ങനെയാണ് അതിൻ്റെ മാർഗം എങ്ങനെയാണ് നമ്മൾ സാധൂകരിക്കുന്നത്? ജൈവ കാർഷിക സംസ്കൃതി എന്നുള്ളത് ഇന്നൊരു ലക്ഷ്യം മാത്രമല്ല, അത് മലയാളിയുടെ സ്വപ്നം കൂടിയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ കുറേ വർഷങ്ങളായി എല്ലാ നഗരങ്ങളിൽ പോലും ഫ്ലാറ്റുകളിൽ പോലും അവനവന് ആവശ്യമുള്ള പച്ചക്കറി എങ്കിലും സ്വന്തമായി കൃഷി ചെയ്തുണ്ടാക്കാൻ ആഗ്രഹിക്കാത്ത ഒരൊറ്റയാളും ഈ നാട്ടിലുണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ. ഇതൊരു നല്ല തുടക്കമാണ്. പക്ഷേ ആ ലക്ഷ്യം പൂർണ്ണമായും സ്വപ്നം സാക്ഷാത്കരിക്കണമെങ്കിൽ കുറേയേറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഇനി എൻ്റെ വ്യക്തിപരമായ വിശ്വാസം 2016 അവസാനമാകുമ്പോഴേക്കും ആ ലക്ഷ്യം പൂർണ്ണമായി നേടാൻ കഴിഞ്ഞില്ലെങ്കിലും മിക്കവാറും വളരെയധികം മുന്നോട്ട് പോകാൻ കേരളത്തിന് കഴിയുമെന്നുള്ളതാണ്. ഈ സംസ്കൃതി എന്നുള്ള വാക്ക് പ്രത്യേകിച്ച് എനിക്ക് അതിൻ്റെ തലക്കെട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഇതൊരു സംസ്കാരമാണ്. ആ സംസ്കാരം എന്നുള്ളത് നമ്മുടെ ജീവന ശൈലിയുടെ ഭാഗമാണ്. നമ്മുടെ ചിന്താഗതികൾ, നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ, സമൂഹം മൊത്തമായി അവരുടെ ചിന്താഗതി, അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ, അതനുസരിച്ചുള്ള പ്രവൃത്തികളും അതിനെ സ്വാധീനിക്കും. ആ സംസ്കാരം വളർന്നു വരികയാണ്. ആ സംസ്കാരം മുന്നോട്ട് പോകാനായിട്ട് എന്ത് കഴിയും, എങ്ങനെ കഴിയണം എന്നുള്ളൊരു ചർച്ചയാണിത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സാർ, ഒരു അരനൂറ്റാണ്ടിന് മുൻപ് തന്നെ കേരളത്തിൽ നടപ്പിലാക്കിയിരുന്ന ഒരു ജൈവ സംസ്കാരം ഉണ്ടായിരുന്നു. അതിലേക്കൊരു തിരിച്ചുപോക്കാണോ ഈ ഉദ്ദേശിക്കുന്നത്? നമുക്ക് തിരിച്ചുപോക്കെന്ന് പറയാൻ പറ്റില്ല. ഇത് പറഞ്ഞ് ശരിയാണ്. കേരളത്തിലൊരു 5-18 കാലം മുമ്പ്, ഒരു 50 വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഓർമ്മ പുറകോട്ട് പോയാൽ എല്ലാം ജൈവമായിരുന്നു. അന്ന് ഈ രാസവളങ്ങൾ അധികം വന്നിട്ടില്ല. ഏതാണ്ട് 70-കളിലൊക്കെയാണ് രാസവളം രംഗത്ത് വരുന്നത്. അതിൻ്റെ ഫലമായി കീടനാശിനികൾ വന്നു, വിഷം വന്നു, ഒക്കെ വന്നു. പക്ഷേ മുൻകാലങ്ങളിൽ മുൻതലമുറയൊക്കെ ചെയ്തിരുന്ന എല്ലാം ഒരു ജൈവരീതി. പക്ഷേ തിരിച്ചുപോക്കെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇന്ന് ഒട്ടേറെ സാങ്കേതിക വിദ്യകൾ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ, അത് കാര്യക്ഷമമാക്കാൻ എല്ലാം ഒട്ടേറെ സാങ്കേതിക വിദ്യകൾ ഗവേഷണം നേടിക്കഴിഞ്ഞു. അത് ജനങ്ങൾ ശീലിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ സാങ്കേതിക വിദ്യകൾ, പുത്തൻ സാങ്കേതിക വിദ്യകളും അതോടൊപ്പം തന്നെ ഈ ഒരു ജീവനശൈലി, നമുക്ക് വിഷം വേണ്ട, കൃത്രിമത്വം വേണ്ട, ഈ നാടൻ രീതിയിൽ കൂടെ ഇതെല്ലാം സാധിക്കുമെന്നുള്ള തെളിയിക്കാനുള്ള പരീക്ഷണമാണ്. അതിലുള്ളൊരു യാത്രയാണ്, മുന്നോട്ടാണ് യാത്ര, പുറകോട്ടല്ല. ഇന്ത്യയിൽ തന്നെ നമുക്കറിയാം, സിക്കിം എന്ന് പറയുന്നൊരു സംസ്ഥാനം ഏകദേശം 1 മാസം മുമ്പ് ജൈവ സംസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ അതേപോലെ നമുക്ക് കേരളത്തിലും ആ ഒരു ജൈവ സംസ്ഥാനം എന്നുള്ളൊരു സ്ഥാനം നേടണമെങ്കിൽ നമ്മൾ ഇനിയും എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട്? തീർച്ചയായിട്ടും സിക്കിം ഈ അടുത്ത കാലത്താണ് ആദ്യത്തെ ജൈവ സംസ്ഥാനമായി മാറിയത്. അത് വളരെ അഭിമാനകരമായ നേട്ടമാണ്, ഒരു മാതൃകയാണ്. ഈ കൊച്ചു കേരളവും ഏതാണ്ട് അതുപോലെ തന്നെ ആയിത്തീരാൻ ഒട്ടും വൈകില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം നമ്മൾ ഒരുക്കങ്ങൾ തുടങ്ങി ഏതാണ്ട് ഒരു 3-4 വർഷത്തിന് മുമ്പ് തന്നെ കാസർഗോഡ് ജില്ല 3 വർഷത്തിന് മുമ്പ് 2012 ഒരു ജൈവ കാർഷിക ജില്ലയായി പ്രഖ്യാപിച്ചു. എൻഡോസൾഫാൻ ഇരകളുടെ ദുരന്തം കണ്ടിട്ട് കൂടിയാണ് അതിന് പ്രചോദനം കിട്ടിയത്.
ഒട്ടേറെ മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷേ നമുക്ക് മറ്റു ജില്ലകളിലും അതിനുള്ള മുന്നൊരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് പച്ചക്കറിയുടെ കാര്യം നോക്കുക. ഇപ്പോൾ ദീർഘകാല വിളകളായ പ്ലാന്റേഷൻ വിളകൾ ഒക്കെ കുറച്ച് കാലതാമസം എടുത്തേക്കും. ജൈവ കൃഷിയിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ എല്ലാ വിളകൾക്കും ഒരേ സ്വഭാവം തന്നെയാണോ, അല്ലെ ഒരേ മുൻഗണനയാണോ നമ്മൾ കൊടുക്കുന്നത്, അതോ എന്തെങ്കിലും ഒരു പ്രത്യേകതകൾ? അതങ്ങനെ പറയാൻ പറ്റില്ല. എല്ലാ വിളകൾക്കും പരിചരണം ജൈവ രീതിയിലാകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മൾ സ്വപ്നം കാണുന്നത്. പക്ഷേ പെട്ടെന്ന് ഫലം കാണിക്കുന്ന പച്ചക്കറി പോലുള്ള വിളകൾ 3 മാസം കൊണ്ട് 4 മാസം കൊണ്ടൊക്കെ അതിൻ്റെ റിസൾട്ട്, അതിൻ്റെ ഫലം നമുക്ക് നേരിട്ട് കാണാൻ കഴിയും. പക്ഷേ തോട്ടവിളകളായിട്ടുള്ള നാളികേരമായാലും റബ്ബറായാലും തേയില പോലുള്ള പ്ലാന്റേഷൻ ദീർഘകാല വിളകളിലൊക്കെ അതിൻ്റെ ഫലം പ്രത്യാഘാതങ്ങൾ കാണാൻ കുറച്ച് സമയമെടുക്കും. പക്ഷേ ഈ അടിയന്തര പ്രാധാന്യം തീർച്ചയായിട്ടും നിത്യാഹാരത്തിൻ്റെ ഭാഗമായ പച്ചക്കറികൾ, വിഷം കലർന്നു വരുന്നു അതിർത്ത് കിടന്ന് എന്ന് നമുക്ക് തിരിച്ചറിവ് കിട്ടിയ പച്ചക്കറികളും ഫലവർഗ്ഗങ്ങളും. ഇന്ന് നമ്മുടെ നാട്ടിൽ ഏത് പഴമാണ് ഫ്രൂട്ട് സ്റ്റാളിൽ നിന്ന് വിഷമില്ലാതെ കിട്ടുക? ധൈര്യമായിട്ടൊന്നും വാങ്ങാൻ കഴിയില്ല. സാർ, നമുക്കൊരു കോള് നമ്മളെ വെയിറ്റ് ചെയ്യുന്നു. ആരാണ് സംസാരിക്കുന്നത്? ഹലോ, പേര് പറഞ്ഞോളൂ. പേര് അനൂപ് എന്നാണ് സാർ. അനൂപ്, എവിടുന്നാ വിളിക്കുന്നത്? കോയമ്പത്തൂർ. കോയമ്പത്തൂരിന്ന്. ചോദ്യം ചോദിച്ചോളൂ. സാർ ഗുഡ് ഈവനിങ് സാർ. ഹലോ, എന്തോ? സാർ ഗുഡ് ഈവനിങ് സാർ. ഹലോ ഹലോ, കേൾക്കുന്നില്ല. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. സാർ, എനിക്ക് ചോദിക്കാനുള്ളത്, ഞങ്ങളൊരു മെഡിസിനൽ പ്ലാന്റിന്റെ ഒരു ആയുർവേദിക് മെഡിസിനൽ പ്ലാന്റിന്റെ ഒരു ഇത് തുടങ്ങുന്നുണ്ട് സാർ. അത് ഒരു വളരെ ചെറിയ രീതിയിൽ ഇപ്പൊ തുടങ്ങുവാണ്. എവിടെയാണ്? ഞങ്ങളിപ്പോ കോയമ്പത്തൂരാണ്. ശരിക്കും തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന പാലക്കാട് സൈഡിലാണ്. ഓക്കെ. അപ്പോ ഞങ്ങൾക്ക് അറിയേണ്ടത് എന്ന് വെച്ചാൽ സാർ, ഇതിൽ ജൈവപരമായിട്ട് എന്തെങ്കിലും ഒരു ഇംപ്ലിമെന്റേഷൻ ചെയ്യാൻ പറ്റുമോ? കാരണം തീർച്ചയായിട്ടും അതാണ് അതിന് ഒരു പോസിബിലിറ്റി എത്രത്തോളമാണ് സാർ, എന്റെ സക്സസ് റേറ്റ് എന്നറിയാൻ. അതിന്റെ കൂടെ ഈ പൂടെ നമ്മുടെ ഫ്ലവർ കൃഷിയും കൂടെ ഒന്ന് സൈഡ് വൈറ്റ് ചെയ്യാനുള്ള ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം നമുക്ക് ജൈവകൃഷി, അതായത് ജൈവപരമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയാനായിട്ട്. എനിക്ക് വ്യക്തമായിട്ട് കിട്ടില്ല. പക്ഷേ ഇത് രണ്ടും തീർച്ചയായിട്ടും ജൈവ രീതിയിൽ പോകുന്നതാണ് ഏറ്റവും അഭികാമ്യം. അത് തന്നെയാണ് വേണ്ടത്. മെഡിസിനൽ പ്ലാന്റ്സ് തീർച്ചയായിട്ടും മനുഷ്യന് ആഹാരം കഴിക്കാനുള്ളതാണ്, ഭക്ഷണമായിട്ടല്ല. ആരോഗ്യത്തിന് വേണ്ടി, ആരോഗ്യം സംരക്ഷിക്കാനുള്ള മരുന്നുകൾ ഉണ്ടാക്കാനുള്ളതാണ്. ഇപ്പൊ ഈ മരുന്നുകളെന്ന് പറഞ്ഞ് കിട്ടുന്നത് പോലും വിഷമാണെന്നിരിക്കെ ഈ വിഷം വീണ്ടും അതിലേക്ക് തളിക്കാൻ പാടില്ലല്ലോ. നമ്മൾ ഇംഗ്ലീഷ് മരുന്നിനെ കുറിച്ചിട്ടല്ല ഞാൻ പറയുന്നത്, അതായത് കെമിക്കൽ മെഡിസിൻ ഡ്രഗ്സിനെ കുറിച്ചല്ല പറയുന്നത്. നമ്മുടെ വരുന്ന പച്ചക്കറികളിലും പഴങ്ങളിലും മരുന്ന് തളിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നതിന്റെ അർത്ഥം വിഷം തളിച്ചിട്ടുണ്ടോ എന്നാണ്. അപ്പൊ ഈ മരുന്ന് നിർമ്മാണത്തിൽ ഇനി വേറൊരു വിഷം കൂടി കലർത്തി കൊടുക്കാൻ പാടില്ല. മെഡിസിനൽ പ്ലാന്റ്സ് ആണ് അനൂപ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, അനൂപ് എന്നല്ലേ പേര്, അനൂപ് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും അത് ജൈവ രീതിയിൽ തന്നെ വേണം, അത് നിർബന്ധവുമാക്കണം. പക്ഷേ സാർ, അതിന്റെ ഈ പോസിബിലിറ്റീസ് ചില സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഞങ്ങൾ ആൾറെഡി ഇതിനു മുമ്പ് ഒരു പ്ലാന്റ് സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരു പോസിബിലിറ്റി, അവര് വളരെ ഈ പ്രത്യേകിച്ച് കീടനാശിനികളോട് നല്ല രീതിയിൽ അതിൽ പ്രയോഗിക്കുന്നുണ്ട്. അതെ. അപ്പൊ അത് ഒന്ന് അവോയ്ഡ് ചെയ്യാനായിട്ട് നമുക്കൊരു പ്രാക്ടിക്കലായിട്ട് ഒരു ശരിക്കും പറഞ്ഞ ഒരു അപ്രോച്ച് ചെയ്യാനായിട്ട് ഒരു സ്ഥാപനമോ ആളോ ഒന്നും കിട്ടുന്നില്ല. അതാണ് ഇതിന്റെ ഒരു മെയിൻ പ്രശ്നം. ഇതാണ് ഇന്നത്തെ ചർച്ചയുടെ വിഷയവും. അതെ, നമുക്ക് ഒട്ടേറെ മാർഗങ്ങളുണ്ട്, പക്ഷെ മാർഗത്തിന് എവിടെ പോകണം, ആരെ കാണണം എന്നുള്ള അറിവ് നമുക്ക് മുഴുവൻ എത്തിയിട്ടില്ല. ഞങ്ങളൊരു ബൈപ്പാസ്, അത് ഞങ്ങളെല്ലാരും ഉള്ള ഒരു ജോലിയൊക്കെ ഉള്ള ആളുകളാണ്. അപ്പൊ അതിന്റെ കൂടെ ഒരു ടൈം പാസ് എന്ന രീതിയിൽ നമ്മൾ ചെയ്തിട്ട് വളരെ ഇതായിട്ട് ചെയ്യാന്നുള്ളൊരു രീതിയിൽ ചെയ്യുക. വളരെ നല്ല കാര്യമാണ് അനൂപ്. ഈ ചോദ്യം ഏറ്റവും പ്രധാനപ്പെട്ട പ്രസക്തമായ ചോദ്യം കൂടിയാണ്. കാരണം നമ്മള് സാമ്പത്തിക ലാഭം ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല, ഞങ്ങൾ സാധാരണ രീതി മാത്രം ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാണ്. മനസ്സിലായി. പക്ഷേ രോഗം മാറാനുള്ള മരുന്നിലൂടെ വീണ്ടും വിഷം കൊടുത്ത് രോഗികളാക്കരുത് എന്നുള്ളത് നമ്മുടെ തീരുമാന ശബ്ദമായിരിക്കണം. ഒട്ടേറെ മാർഗങ്ങളുണ്ട് നമുക്ക് ചർച്ചയിൽ. എങ്ങനെയാണ് അതിനൊന്ന് അല്ലാതെ ഇപ്പൊ ചില ഒരു ഇൻഹിസ്റ്റന്റ്ലി ചില പ്ലാന്റ്സിൽ നിന്ന് ഈ പ്രശ്നം ഉണ്ടാവുന്നില്ല സാർ. പക്ഷേ ചില പ്ലാന്റ്സുകളിൽ നിന്ന് നമുക്കത് ഡെവലപ്പ് ചെയ്യാൻ തന്നെ എന്തെങ്കിലുമൊക്കെ സപ്പോർട്ട് കൊടുത്തേ പറ്റും. നമുക്ക് തീർച്ചയായിട്ടും അനൂപ് ചെയ്യേണ്ടത്, ഇതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ സ്ഥാപനങ്ങൾ, സംസ്ഥാന കൃഷി വകുപ്പിന്റെ ഓഫീസുകൾ മാത്രമല്ല, ഗവേഷണ സ്ഥാപനങ്ങളുടെ സ്ഥലം കോയമ്പത്തൂരാണെങ്കിൽ ഞാൻ പറയാം, കോയമ്പത്തൂര് കാർഷിക സർവകലാശാല ഈ കാര്യത്തിൽ ഒട്ടേറെ മുന്നോട്ട് പോയിട്ടുണ്ട്. കോയമ്പത്തൂരുള്ള തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, അവിടെയും ഇനി താങ്കൾ കേരളീയനായതുകൊണ്ട് ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇവിടെയും ഒട്ടേറെ ശ്രമങ്ങൾ, ഒട്ടേറെ വ്യക്തികൾ, ഒട്ടേറെ സ്ഥാപനങ്ങൾ ഇക്കാര്യത്തിലുണ്ട്. തീർച്ചയായിട്ടും പിൻബലമുണ്ടാവും, ഉറപ്പാണ്. സാർ, അപ്പൊ ചോദ്യം ചോദിച്ചതിന് നന്ദി അനൂപ്. സാർ, നമുക്ക് ചർച്ചയിലേക്ക് കിടക്കാം. നമ്മളിപ്പോൾ ഈ അനൂപ് പറഞ്ഞ പോലെ തന്നെ ഒരു സംസ്കാരം, ഒരു സമൂഹം തന്നെ ആ ഒരു സംസ്കാരത്തിലേക്ക് നമുക്ക് വരണം. അപ്പൊ ജൈവ കാർഷിക സാക്ഷരത എന്നുള്ള ആ പദം ഇവിടെ എത്രത്തോളം പ്രസക്തിയുണ്ട്? ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമായ ഒരു വാക്കാണെന്ന് ഞാൻ പറയും. കാരണം നമുക്ക് അറിവുണ്ട്,
അറിവ് കിട്ടാനുള്ള സ്രോതസ്സുകളുണ്ട്. പക്ഷേ ഒരു സാക്ഷരത എന്നുദ്ദേശിക്കുന്നത് എഴുതാനും വായിക്കാനുള്ള അറിവല്ല, അത് പ്രവർത്തിക്കാൻ, അത് പ്രവൃത്തിന്മുഖ സാക്ഷരത. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഈ അറിവ് കൂട്ടിയിണക്കുന്നതിന് ഉള്ള തയ്യാറെടുപ്പാണ് ഈ പറഞ്ഞ ജൈവ കാർഷിക സാക്ഷരത. നാടൊട്ടുക്ക് ഇപ്പോൾ അനൂപ് ചോദിച്ച പോലെ തന്നെ ഒട്ടേറെ മാർഗങ്ങളുണ്ടെന്ന് അറിയാം. പക്ഷേ ഇതെന്ത് ചെയ്യാൻ, എവിടെ ചെയ്യാൻ, ആര് ചെയ്യാൻ, എവിടെ കാണണം, ചോദിക്കണം. ഇതാണ് ഇതിനുള്ളൊരു നേതൃത്വപരമായ ഒരു ഗൈഡൻസ്, ഒരു മാർഗദർശനം നൽകുകയാണ് ഈ സാക്ഷരതയിൽ ഉദ്ദേശിക്കുന്നത്. ഓർമ്മയുണ്ടല്ലോ, 25 വർഷം മുമ്പ് കേരളത്തിൽ സാക്ഷരതാ പ്രസ്ഥാനം പ്രതിഫലമില്ലാതെ ജനങ്ങളുടെ ഒരു മുന്നേറ്റം, ഒരു മാറ്റമുണ്ടാക്കാൻ ഒട്ടേറെ സന്നദ്ധ ഭടന്മാരെ പോലെ സന്നദ്ധ പ്രവർത്തകരുണ്ടായിരുന്നു. ഇതുപോലെ നമ്മുടെ നാട്ടിലുള്ള ഓരോ പഞ്ചായത്തിലും പ്രവർത്തിക്കാൻ തയ്യാറുള്ള ആളുകൾക്ക് അറിവ് പകർന്നു കൊടുക്കുകയും അങ്ങനെയുള്ള അറിവ് അത് പ്രവൃത്തിയോന്മുഖമായ എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം, എപ്പോൾ ചെയ്യണം എന്നുള്ള അറിവ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് എനിക്ക് വിശ്വാസമില്ല. ഇത് ആവശ്യമാണ്. സാറേ, ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് പറഞ്ഞോട്ടെ, അറിവുകൾ ഒരുപാട് തരത്തിൽ ആളുകൾക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ആ അറിവ് കിട്ടുന്നതിനോടൊപ്പം തന്നെ ഈ ജൈവികമായിട്ട് അവരുടെ വിളകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ഉൽപ്പന്ന ഉപാധികൾ എവിടെ കിട്ടും, അല്ലെങ്കിൽ അത് അവരുടേതായിട്ടുള്ള ലോക്കലി അവൈലബിൾ ആക്കാൻ പറ്റുമോ, അപ്പം അതിൻ്റെ ലഭ്യത എങ്ങനെ നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും? ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ ചോദിച്ച ചോദ്യമാണ് ഇന്നത്തെ ചർച്ചയിൽ ഏറ്റവും പ്രധാനമെന്ന് എനിക്ക് തോന്നുന്നു. അതിനുള്ള വിശദീകരണമായിരിക്കും ഇന്ന് നാട്ടിൽ ആവശ്യം. ഇന്ന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പദ്ധതി രൂപീകരണം നടക്കുന്ന സമയമാണിപ്പോൾ. ഫെബ്രുവരി മാസം ഇന്ന് 12. നാടൊട്ടുക്ക് ഗ്രാമസഭകളിലും പഞ്ചായത്തുകളിലും ബ്ലോക്കുകളിലും ജില്ലാതലം വരെ ത്രിതല പഞ്ചായത്തുകൾ അടുത്ത മാസം മുതൽ അല്ലെങ്കിൽ ഏപ്രിൽ മാസം മുതലുള്ള സാമ്പത്തിക വർഷത്തിൽ ചെയ്യാനുള്ള പദ്ധതി രൂപീകരണമാണ്. ഇവിടെ ഈ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ നമുക്ക് ജനങ്ങളെ സഹായിച്ചേ പറ്റൂ. ജൈവ വളങ്ങൾ വേണം, ജൈവ കീടനാശിനികൾ വേണം, പിന്നെ മാന്യമായ വില കിട്ടണം, ഇതിൻ്റെ ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ ഉറപ്പുവരുത്തണം. മാത്രമല്ല പാട്ടത്തിനടുത്തും മറ്റും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് വിറ്റുപോയില്ലെങ്കിൽ മൂല്യവർധന നടത്തി അത് ജനങ്ങൾക്ക് പിന്നീടെങ്കിലും എത്തിക്കാനുള്ള സംവിധാനം വേണം. ഇത്തരം കാര്യങ്ങൾക്ക് ഒരു സംസ്ഥാന സർക്കാരോ വലിയ ഏജൻസികളല്ല, അതാത് പ്രദേശത്ത് ആ പ്രാദേശിക സർക്കാരുകൾ എന്ന് പറയുന്ന ജനങ്ങളുടെ കൂട്ടായ്മകൾ, ഗ്രാമസഭകളിൽ തുടങ്ങാം. അവരൊക്കെ ആലോചിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ കൂട്ടായ്മകൾ ഉണ്ടാക്കാം. അത് ഗ്രാമസഭകൾ ഉണ്ടാക്കുന്ന കൂട്ടായ്മകളാവാം, കുടുംബശ്രീ പോലുള്ള വനിതാ കൂട്ടായ്മകളാവാം, അതുമല്ലെങ്കിൽ സന്നദ്ധ സംഘങ്ങൾ, NGOs, നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ ഉണ്ടാക്കുന്ന കർഷക സംഘടനകൾ, സംവിധാനങ്ങളൊക്കെ ആവും. ഇവരാണ് ഈ ആളുകൾ, ജനങ്ങൾ എല്ലാവരും, ഉപഭോക്താവ് അടക്കമുള്ള ആളുകളാണ് ഇക്കാര്യത്തിൽ മുൻകൈ എടുക്കേണ്ടതും മാറ്റം വരുത്തേണ്ടതും. ഞാൻ പറയുന്ന ജൈവവളത്തിൻ്റെ കാര്യത്തിൽ അതിന് വിശദമായി പറയാം. ജൈവ കീടനാശിനി, പിന്നൊരു കാര്യം പറഞ്ഞത് മൂല്യവർധന, പിന്നീടൊരു കാര്യം ഇതിന്റെ വിപണി, മാന്യമായി വില കിട്ടാനുള്ള ഒരു സംവിധാനം ഒരുക്കണം. ഇത്തരം കാര്യങ്ങൾ സാർ ഇപ്പൊ ലോക്കലായിട്ട് അവർ ആ ജൈവ ഉപാധികൾ ഉൽപ്പാദിപ്പിക്കുന്നു, പക്ഷെ അതിന്റെ ക്വാളിറ്റി എങ്ങനെ നമുക്ക് ഉറപ്പാക്കാൻ പറ്റും? നമുക്ക് എത്രത്തോളം അതിനെ ആ സംവിധാനം ശക്തിപ്പെടുത്താൻ പറ്റും? അതും ഈ ജൈവ രീതി ഒരു ഫാഷനായി മാറിക്കൊണ്ടിരിക്കുന്ന ഇപ്പോൾ ഈ സമയത്ത് ജൈവം എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് കൂടുന്നും എവിടെ വിൽക്കാമെന്നൊരു അവസ്ഥ വന്നിട്ടുണ്ട്. എന്നാൽ ഇക്കൂട്ടത്തിൽ ധാരാളം വ്യാജന്മാരുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റൂ. അപ്പോൾ അതിന് ഇപ്പോൾ എന്നോട് ചോദിച്ച പോലെ എങ്ങനെ തിരിച്ചറിയുമെന്ന് ചോദിച്ചാൽ അതിന് സർട്ടിഫിക്കേഷൻ ഒക്കെ പറയാൻ എളുപ്പമുണ്ട്. നമ്മുടെ നാട്ടിൻ പുറത്ത് ആർക്കാണ് ഇതുകൊണ്ട് ലബോറട്ടറി പരിശോധന നടത്താൻ പറ്റുക, അല്ലെങ്കിൽ അതിന് പെട്ടെന്നൊരു ഉത്തരം കൊടുക്കാൻ പറ്റുക? അപ്പോൾ അതല്ല വേണ്ടത്. അതിന് ഒരു കോള് നമ്മളെ വെയിറ്റ് ചെയ്യുന്നു. ആരാണ് സംസാരിക്കുന്നത്? ഒന്ന് പറഞ്ഞോ, പേര് പറയൂ. ഹലോ ഹലോ, ഉറക്കെ പറയോ, കേൾക്കാൻ വയ്യ. ഹലോ ഹലോ, ആ പറഞ്ഞോളൂ, പേര് പറഞ്ഞോളൂ. മുനീറാണ്. ഹലോ, മുനീറാണ്. മുനീർ എവിടുന്നാ വിളിക്കുന്നത്? മുനീർ പൂവക്കാട്. ആ, ചോദ്യം പറഞ്ഞോളൂ. ചോദ്യം ചോദിച്ചോളൂ. കൂവക്കാട് മുനീർ വിളിക്കുന്നു. ശരി, പറയൂ മുനീറേ. സാറ്, പിന്നെ ഞാൻ ഈ കീടനാശിനി അടിക്കാതെ പറഞ്ഞോളൂ. എങ്ങനെയാണ് പിന്നെ ഈ ഇതിലുള്ള ഈ കൃമികളെയും പാറ്റകളെയൊക്കെ കളയാം? തക്കാളി, വെണ്ട, അതുപോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. കീടനാശിനി അടിച്ചാൽ എങ്ങനെ കൃമികളെ ഇതിനൊക്കെ മാറ്റാൻ പറ്റുമെന്നാണോ ചോദ്യം? അതാണോ? കീടനാശിനികൾ അടിക്കാതെ എങ്ങനെ മാറ്റാൻ പറ്റും അല്ലേ? അതല്ലേ കീടനാശിനി അടിക്കാതെ, വിഷമടിക്കാതെ നമ്മൾ എങ്ങനെ എന്ത് ചെയ്യുന്നതാണ്.
അതാണ് ചോദ്യം. വിഷം അടിക്കാതെ ഇവയൊക്കെ എങ്ങനെ മാറ്റാൻ പറ്റും ഒരു ആശങ്ക അവരുടെ പറയാം. ഇതാണോ ചോദ്യം? അപ്പൊ മുനീറെ, നമുക്ക് ഒട്ടേറെ മാർഗങ്ങളുണ്ട്. കീടനാശിനി, വിഷമുള്ള കീടനാശിനി, മരുന്ന് എന്ന് ഓമനപ്പേരിട്ട് വിളിക്കുന്ന വിഷം അടിക്കാതെ തന്നെ നമുക്ക് ഒട്ടേറെ മാർഗങ്ങളുണ്ട്. ഇത് ഒന്ന്, ഈ കീടബാധ വരാതിരിക്കാനുള്ള മുൻകരുതൽ, അതാണ് ഏറ്റവും പ്രധാനം. അതിനുള്ള മുൻകരുതൽ മാർഗങ്ങൾ ധാരാളമുണ്ട്. കീടങ്ങൾ ബാധിക്കാതിരിക്കാൻ കെണികളെ ഉപയോഗിച്ച് കീടങ്ങളെ വികർഷിക്കുക, വികർഷണ സ്വഭാവമുള്ള ചില ഇത് ജൈവ രീതിയിലുള്ള മാർഗങ്ങൾ. ഉദാഹരണത്തിന് മുനീറിന് തന്നെ അറിയാമായിരിക്കും, ഈ നാറ്റമുണ്ടാക്കുന്ന, ദുർഗന്ധമുണ്ടാക്കുന്ന ഇലകൾ നമ്മുടെ നാട്ടിൽ പറമ്പിലും തൊടിയിലൊക്കെ ഉണ്ട്. അത്തരം ചെടികൾ ഉപയോഗിക്കാം. വേപ്പിൻ കുരുമായി ബന്ധപ്പെട്ട ഒട്ടേറെ കീടനാശിനി, ജൈവ കീടനാശിനികൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിനുള്ള സാങ്കേതിക വിദ്യ ലഭ്യമാണ്. പിന്നെ കീടങ്ങളെ കെണികൾ വെച്ച് പിടിച്ച് നശിപ്പിക്കുന്ന രീതി, ഒട്ടേറെ മാർഗങ്ങളുണ്ട്. അതിനെപ്പറ്റി പറയാൻ ധാരാളം പറയാനുണ്ട്. അപ്പോ എന്തോ ഫ്യൂറഡാനാ? അയ്യോ, ചീമക്കൊന്നിന്റെ നീരൊക്കെ ഉപയോഗിച്ചിട്ട് അങ്ങനെ കെട്ടി തൂക്കിട്ടൊക്കെ പക്ഷെ അതൊന്നും ഇവർ കേൾക്കണില്ല. അതുപോലെ തന്നെ പോല, ഉള്ളി, കൃഷി രീതികളെ പറ്റി, പിന്നെ ചീരപറങ്ങി. മുനീറെ, ഇതിനകത്ത് കൃഷി രീതികളെ പറ്റിയുള്ള ഒരു ചർച്ചയല്ല, നയരൂപീകരണമായിട്ട് ബന്ധപ്പെട്ടൊരു ചർച്ചയാണ് നമ്മളിവിടെ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി ഒരിക്കൽ ഇതേപ്പറ്റിയുള്ള സംശയം ചോദിക്കാം. ചോദ്യം ചോദിച്ചതിന് നന്ദി. സാർ, നമ്മൾ പറഞ്ഞു വന്നത് ഈ രാസവളങ്ങളും കീടനാശിനികളൊക്കെ നമ്മൾ തളിക്കുമ്പം തളിക്കുമ്പോഴല്ല, അത് തളിക്കാതിരുന്നാൽ, ഇപ്പൊ മുനീർ പങ്കുവച്ച അതേ ആശങ്ക തന്നെ, ഇതിന്റെ വിളവ് കുറയും. അപ്പൊ ആ വിളവ് കുറയുന്നതിനെ എങ്ങനെ കർഷകർക്ക് നികത്താൻ പറ്റും ആ നഷ്ടം? അല്ലെ ജൈവ ഉൽപ്പന്നങ്ങൾക്ക് വളരെ വില കിട്ടുമെന്നുള്ള ഒരു ഉറപ്പിൽ അതവർക്ക് മാറ്റാമോ? ഇതാണ് ഇപ്പോ കർഷകരുടെ ഒരു മുമ്പിലൊരു വലിയ തലവേദനയായിട്ട് നിൽക്കുന്നൊരു പ്രശ്നം. ഈ ജൈവ രീതിയിൽ കീടനാശിനികൾ ഒഴിവാക്കി എന്ന് വെച്ചാൽ ജൈവ രീതിയിലുള്ള കീടനിയന്ത്രണം, ജൈവ വളങ്ങൾ, ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ പഠനങ്ങൾ തന്നെ തെളിയിച്ചിട്ടുണ്ട്, പെട്ടെന്ന് രാസരീതിയിൽ നിന്ന് ഇതിലേക്ക് മാറുമ്പോൾ ആദ്യത്തെ 2-3 വർഷക്കാലം അതുവരെ ഉണ്ടായിരുന്ന ഉയർന്ന തരത്തിലുള്ള വിളവ് കിട്ടിയില്ല എന്ന് വരും. പക്ഷേ ഏതാണ്ട് ഒരു 3 വർഷം കഴിയുമ്പോഴേക്ക് മണ്ണിൻ്റെ ഘടനയും അതിൻ്റെ ഗുണമേന്മയും അതിൻ്റെ വളക്കൂറും ഒക്കെ വീണ്ടെടുക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് ഉയർന്ന രീതിയിലുള്ള വിളവ് തീർച്ചയായിട്ടും കിട്ടും. പക്ഷേ ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ ഈ ഒരു ഇടവേളയിൽ കർഷകർ ആവശ്യപ്പെടുന്ന ന്യായമാണ്, മാന്യമായ വില, ന്യായമായ വില. ഇത് കോമ്പൻസേറ്റ് ചെയ്യുന്ന, അത് പരിഹരിക്കുന്ന രീതിയിലുള്ള വില കിട്ടണം. അതിനുള്ള സംവിധാനം ഉണ്ട്, പല സ്ഥലങ്ങളിൽ ഉദാഹരണങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ സാധാരണക്കാരനായ ഉപഭോക്താവ് ചെന്നാൽ മാർക്കറ്റിൽ 8 രൂപ വിലയുള്ള 1 കിലോ പച്ചക്കറിക്ക് ജൈവത്തിന് 10 എന്ന് പറയുമ്പോൾ വേണ്ട, ഞാൻ അപ്പുറത്തെ കടയിൽ പോയി വാങ്ങാന്ന് പറയുന്നൊരു രീതി, അതാണ് ഞാൻ പറഞ്ഞ സംസ്കൃതി. നമ്മുടെ സംസ്കാരത്തിൽ അത് അലിഞ്ഞു ചേർന്നിട്ടുള്ളത്. അതിൽ മാറ്റം വരുത്തണം. അപ്പോൾ സാറ്, നമ്മുടെ സമയം ഏകദേശം തീരാറായിരിക്കുകയാണ്. അപ്പോൾ സാറ് പറഞ്ഞ പോലെ ലോക്കലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതാത് പ്രോജക്റ്റുകൾ ഉൾപ്പെടുത്തി ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇന്നത്തെ ഈ ചർച്ചയിൽ പങ്കെടുത്ത അതിഥിയുടെ വിലാസം: ഡോക്ടർ രഞ്ജനസ് കരിപ്പായി, പ്രൊഫസർ, കൃഷി വിജ്ഞാന കേന്ദ്രം, തൃശ്ശൂർ. ഫോൺ നമ്പർ 9656182842. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം: 9656182842. സാറേ, കൃഷിദർശൻ ഈ ഫോണിൻ പരിപാടിയിൽ ഇത്രയേറെ നമ്മൾ പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുകയും നമ്മൾ വിശദമായിട്ടൊരു ചർച്ച, ജൈവ കൃഷി രീതിയിലെ നയരൂപീകരണത്തെ പറ്റിയുള്ള ഒരു ചർച്ച വിശദമായി ചെയ്ത സാറിന് ദൂരദർശൻ്റെയും പ്രേക്ഷകരുടെയും പേരിലുള്ള നന്ദി പറഞ്ഞുകൊള്ളുന്നു. വളരെ നന്ദി. ഒട്ടേറെ പറയാനുണ്ട്, പക്ഷേ ഈ സമയത്തിനുള്ളിൽ ഇത്രയും നമുക്ക് ചിന്തിക്കാനും ചർച്ച ചെയ്യാനും കഴിഞ്ഞു. വളരെ നന്ദി. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ.
നാളികേരധിഷ്ഠിത വ്യവസായങ്ങൾക്ക് 50 ലക്ഷം രൂപ വരെ സബ്സിഡി. കശുമാവ് കൃഷിക്ക് ധനസഹായം. വിശദമായ വാർത്തകളിലേക്ക്. നാളികേരധിഷ്ഠിത വ്യവസായങ്ങൾ ആരംഭിക്കുന്നതിന് സംരംഭകർക്ക് നാളികേര വികസന ബോർഡിൽ നിന്ന് സാമ്പത്തിക സാങ്കേതിക സഹായങ്ങൾ ലഭിക്കും. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായ നീര, ചോക്ലേറ്റ്, കുക്കീസ് തുടങ്ങിയവ നിർമ്മിക്കുന്നതിന് ആകെ തുകയുടെ 25% പരമാവധി 50 ലക്ഷം രൂപ വരെ സബ്സിഡി ലഭിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 04842376 കടുത്ത വേനലിനെ അതിജീവിക്കാൻ വിവിധ കാർഷിക വിളകൾക്ക് കണിക ജലസേചനം, സ്പ്രിംഗ്ലർ ജലസേചനം എന്നിവ നടത്തുന്നതിന് ഹോർട്ടിക്കൾച്ചർ മിഷൻ സബ്സിഡി നൽകുന്നു. പദ്ധതിയുടെ ആകെ ചെലവിന്റെ 45% സബ്സിഡിയായി നൽകും. വിശദവിവരങ്ങൾ കൃഷിഭവനുകൾ, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫീസ്, പ്രിൻസിപ്പൽ കൃഷി ഓഫീസ്, ജില്ലാ ഹോർട്ടിക്കൾച്ചർ മിഷൻ എന്നിവിടങ്ങളിൽ നിന്ന് ലഭ്യമാകും. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പറുകൾ 9490029444, മറ്റൊരു നമ്പർ 9496002943. പുതുതായി കശുമാവ് കൃഷി തുടങ്ങുന്നവർക്ക് കേരള സംസ്ഥാന കശുമാവ് കൃഷി വികസന ഏജൻസി സഹായം നൽകുന്നു. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത അധികം പടരാത്ത കശുമാവിനങ്ങളുടെ നടീൽ വസ്തുക്കൾ ഉൾപ്പെടെ ഹെക്ടറിന് 20,000 രൂപ 3 ഗഡുക്കളായി ധനസഹായം നൽകും. വിശദമായ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0472760456. ആലപ്പുഴ കഞ്ഞിക്കുഴി സർവീസ് സഹകരണ ബാങ്ക് നാളെ നവകർഷക പരിശീലന കളരി സംഘടിപ്പിക്കുന്നു. ജൈവ കാർഷിക മേഖലയിലേക്ക് കടന്നുവരുന്ന കർഷകരെ സഹായിക്കുന്നതിനാണ് പരിശീലന കളരി. വിത്ത് പരിചയപ്പെടുത്തൽ, നിലമൊരുക്കൽ, വളപ്രയോഗങ്ങൾ, പച്ചക്കറി പന്തൽ നിർമ്മാണം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചുള്ള ക്ലാസുകളും കർഷക സംവാദവും പരിശീലന കളരിയോടനുബന്ധിച്ച് നടത്തും. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 047828622216. തിരുവനന്തപുരം മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ പാൽക്കൂൺ, ചിപ്പിക്കൂൺ എന്നിവയുടെ വിത്തുകൾ ലഭ്യമാണ്. ആവശ്യമുള്ളവർക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 047228828086. കേരള കാർഷിക സർവകലാശാലയുടെ മാടക്കത്തറ കശുമാവ് കൃഷി ഗവേഷണ കേന്ദ്രത്തിൽ അത്യുൽപാദന ശേഷിയുള്ള 16 ഇനം കശുമാവുകളുടെ ഗ്രാഫ്റ്റ് തൈകൾ ലഭ്യമാണ്. തൈകൾക്ക് മുൻകൂർ ഓർഡർ നൽകേണ്ടതാണ്. കശുമാങ്ങ, കശുവണ്ടി ഉൽപ്പന്നങ്ങളും ഉൽപ്പന്ന നിർമ്മാണ പരിശീലനവും മാടക്കത്തറ കശുമാവ് കൃഷി ഗവേഷണ കേന്ദ്രത്തിൽ ലഭ്യമാണ്. വിശദമായ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0487237680. കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി ക്വിൻ്റലിന് 8,500 രൂപ, കോഴിക്കോട് 8,800, തൃശൂർ 8,400 രൂപ. കൊപ്ര കൊച്ചി 5,820, കോഴിക്കോട് 5,800, തൃശൂർ 5,850. കുരുമുളക് അൺഗാർബിൾഡ് 61,000 രൂപ, ഗാർബിൾഡ് 64,000, ചുക്ക് മീഡിയം 16,750, ബെസ്റ്റ് 18,250. മഞ്ഞൾ സേലം 11,100 രൂപ, ഈറോഡ് 11,300. അടയ്ക്ക പഴയത് 25,500 രൂപ മുതൽ 26,500 രൂപ വരെ. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 8,800 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 9,100. കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 8,800 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 9,100 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ ക്വിൻ്റലിന് 8,500 രൂപ, കൊപ്ര 5,820, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,100, റോട്ടറി 2,400. കുരുമുളക് അൺഗാർബിൾഡ് 61,000 രൂപ, ഗാർബിൾഡ് 64,000, ചുക്ക് മീഡിയം 16,750, ബെസ്റ്റ് 18,250. അടയ്ക്ക പുതിയത് 20,000 രൂപ മുതൽ 22,500 രൂപ വരെ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 180 രൂപ മുതൽ 220 രൂപ വരെ. ജാതിക്ക തൊണ്ടില്ലാത്തത് 380 മുതൽ 400 രൂപ വരെ. ജാതിപത്രി 650 മുതൽ 925 വരെ. ഗ്രാമ്പു 775 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് ക്വിൻ്റലിന് 8,800 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 9,100, ഒട്ടുപാൽ 6,000, ലാറ്റക്സ് 7,400 രൂപ. കമ്പോള അവലോകനം.
വിലക്കയറ്റത്തിന് ആവേശം പകർന്ന് ഉൽപ്പന്ന വില നിത്യേന ഉയർന്നതോടെ ഈ വാരം 600 രൂപ വർദ്ധിച്ചു. വ്യാപാര രംഗം ചൂടുപിടിച്ചതോടെ പുതിയ മുളക് വരവ് കനത്തു. ഉത്തരേന്ത്യൻ വ്യാപാരികൾക്ക് ഒപ്പം ചില കയറ്റുമതിക്കാരും ഉൽപ്പന്നം ശേഖരിച്ചു. ഗാർബിൾഡ് കുരുമുളക് ക്വിന്റലിന് 64,000 രൂപ. കൊപ്രയുടെ താങ്ങുവില ഉയർത്തിയതോടെ ഗ്രാമീണ മേഖലകളിൽ നിന്ന് പച്ചത്തേങ്ങ വരവ് കുറഞ്ഞു. വില ഉയരുമെന്ന പ്രതീക്ഷയിൽ കർഷകർ ചരക്ക് പിടിച്ചതോടെ മില്ലുകാർ വെളിച്ചെണ്ണ വില ഉയർത്താനുള്ള ശ്രമത്തിലാണ്. പാം ഓയിൽ വില ഉയർന്ന് വെളിച്ചെണ്ണയ്ക്കും നേട്ടമാവും. റബ്ബർ അവധി വ്യാപാരത്തിലെ വിൽപ്പന സമ്മർദ്ദവും വ്യാവസായിക ഡിമാൻഡിന്റെ അഭാവവും ഷീറ്റ് വില കുറച്ചു. ഓഫ് സീസണായതിനാൽ പ്രമുഖ വിപണികളിലേക്കുള്ള റബ്ബർ വരവ് നാമമാത്രമാണ്. 4 ഗ്രേഡ് കിലോ 91 രൂപ. ഉത്തരേന്ത്യൻ മാർക്കറ്റിൽ ഏലക്കയുടെ കരുതൽ ശേഖരം ഉയർന്നു. വലിപ്പം കൂടിയ ഇനങ്ങൾക്ക് കയറ്റുമതി ഡിമാൻഡ്. പൻമസാല വ്യവസായികൾ പുതിയ അടക്ക ശേഖരിച്ചു. ചുക്ക, മഞ്ഞൾ, ജാതിക്ക വിലകളിൽ മാറ്റമില്ല. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 36 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.8 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 36.2, 25.2. കൊച്ചി 32.2, 24.8. ആലപ്പുഴ 34.8, 25.5. പുനലൂർ 35.2, 20. തിരുവനന്തപുരം കൂടിയ താപനില 33.5 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.8 ഡിഗ്രി സെൽഷ്യസ്. ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.